ഞാനൊരു ആസ്മ രോഗിയായിരുന്നു, ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ലീവ് ഉണ്ടാവുമായിരുന്നു, ഒരുപാട് ലീവ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനൊരു കാരണമായിട്ടുണ്ട്. +2 എത്തി, +2 ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് അത് ഫെയിലായി. അതിനുശേഷം ഇമ്പ്രൂവ്മെൻ്റ് എഴുതി, അതും ഫെയിലായി. നമ്മൾ സ്കൂളിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ, സ്കൂളിൽ പോകണം, പഠിക്കണം. കാരണം എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ട്, അതേപോലെ നമ്മുടെ മക്കളും പോകണം. അല്ലാതെ എൻ്റെ മാർക്ക് എന്താണെന്നോ, ഞാൻ ജയിച്ചിട്ടുണ്ടെന്നോ തോറ്റിട്ടുണ്ടെന്നോ, തോറ്റോ ഓക്കെ നമുക്ക് അടുത്ത തവണ നോക്കാം, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഫാമിലി. ഡ്രീം ഉണ്ട്, പക്ഷേ അത് കാണാൻ യോഗ്യതയില്ല. ആ ലാപ്ടോപ്പ് മേടിക്കുന്നത് എൻ്റെ 24ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 24ാമത്തെ വയസ്സിൽ ഞാൻ ഈ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് വലിയൊരു എമൗണ്ട് വരുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല. സ്വാഭാവികമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ അപ്ലൈ ചെയ്തു. പക്ഷേ സ്റ്റാർട്ടപ്പ് മിഷനിൽ അപ്ലൈ ചെയ്ത് ഏകദേശം 2 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫെയിലായി. അത് നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുമല്ലോ, സെക്കൻഡ് റൗണ്ടിലോട്ട് പോലും പോയില്ല. ഇവർ അത് എന്ത് ചെയ്തു, ഗെറ്റ് ഔട്ട് അടിച്ചു. ടേണിംഗ് പോയിൻറ്റിൻ്റെ വഴിത്തിരിവ് നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്: വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. ഈ വാക്യത്തോട് ഉപമിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായെത്തിയിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ തുടങ്ങിയ പരാജയം, 6ാം ക്ലാസ്സിൽ മാത്രമല്ല അവിടെ നിന്ന് നിരവധി പരാജയങ്ങൾ, ആ പരാജയങ്ങളെ തരണം ചെയ്ത് ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നത് നെറ്റ്സ്ബർഗ് എന്ന സ്ഥാപനത്തിലേക്കാണ്. നെറ്റ്സ്ബർഗിൻ്റെ സാരഥിയായിട്ടുള്ള ആഷിഖാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായെത്തിയിരിക്കുന്നത്. ഹായ് ആഷിഖ്, വെൽക്കം ടു ടേണിംഗ് പോയിൻറ്റ്. ആഷിഖ് എവിടെയാണ് സ്വദേശവും, പഠിച്ചതൊക്കെ എവിടെയാണ്? ഓക്കെ, എൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നരിപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പഠനം അവിടെ തന്നെയാണ്. അതായത് UP സ്കൂൾ, ഹൈസ്കൂൾ, പിന്നെ +2 ഉണ്ടായിരുന്നു. +2 ഫെയിലാണ്. അപ്പോൾ ഒക്കെ ആ നാട്ടിൽ തന്നെയാണ് പഠിച്ചത്. ഓക്കെ, 6ാം ക്ലാസ്സിലാണ് നമ്മുടെ ആദ്യത്തെ പരാജയം സംഭവിക്കുന്നത്. നമ്മൾ ആ സമയത്ത് പഠനത്തിൽ വളരെ പിറകിലായിരുന്നു. പിന്നെ അത്യാവശ്യം അലമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും പരാജയത്തിലോട്ട് പോകും. ഒരു ബാക്ക് ബെഞ്ചറിനെ സംബന്ധിച്ചുള്ള എല്ലാ കുറ്റക്കേടുകളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ബാക്ക് ബെഞ്ചർക്ക് ഉണ്ടാകുന്ന എല്ലാതരം എന്താ പറയുക, മോശം സ്വഭാവമുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. തല്ല്, അതേപോലെ എന്താ പറയുക, മാവല് കല്ലെറിയൽ, പിന്നെ ബാക്ക് ബെഞ്ചിൽ നിന്ന് ബഹളം ഉണ്ടാക്കൽ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, 6ാം ക്ലാസ്സിൽ ആദ്യത്തെ തോൽവി ഉണ്ടായി. പിന്നെ 7ാം ക്ലാസ്സിൽ ആ സമയത്ത് വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനൊരു ആസ്മ രോഗിയായിരുന്നു, ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ലീവ് ഉണ്ടാവുമായിരുന്നു, ഒരുപാട് ലീവ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനൊരു കാരണമായിട്ടുണ്ട്. വീട്ടിലപ്പോൾ ആരൊക്കെയുണ്ട്? നമ്മുടെ ഫാദർ, മദർ, പിന്നെ ബ്രദറുണ്ട്, പിന്നെ ഒരു സിസ്റ്റർ, അവർ 3 മക്കൾ. ഫാദർ ഇവിടെ ഒരു നാട്ടിലൊരു തട്ടുകട അടുത്താണ്. പിന്നെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു. ബ്രദർ അവിടെ ഒരു ഇലക്ട്രീഷ്യനായിട്ട് പോയി, നാട്ടിൽ ഇലക്ട്രീഷ്യൻ. അല്ലല്ല, മൂത്തത് പെങ്ങളാണ്, അതിൻ്റെതായ ബ്രദർ, ഏറ്റവും ഉള്ളത് ഞാനാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചായിരുന്നു? ബിസിനസ് അല്ല, എനിക്ക് ആ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതായത് UP സ്കൂൾ ടൈമിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ പോപ്പുലറായിരിക്കുന്നത് ആ ഒരു സംഭവമായിരുന്നു എൻ്റെ ഡ്രീം. അതായത് ഡോക്ടർ, അതായത് നമ്മൾ ചോദിക്കുമ്പോൾ പറയില്ല അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ആർമി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അതിനുശേഷം ഹൈസ്കൂൾ എത്തിയ സമയത്ത് ഇത് ചോദിക്കുന്നതിന് പകരം ഞാൻ സ്വന്തമായിട്ടൊരു ഡ്രീം കണ്ടെത്തി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ അത് പറയാം. അതെന്തായിരുന്നു ആ ഒരു ഡ്രീം? എന്തായിരുന്നു? 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഒരു പാഠവിഷയമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ലാബിൽ പോയി കമ്പ്യൂട്ടറുകളൊക്കെ അടുത്തറിയാൻ തുടങ്ങി. അപ്പോൾ കമ്പ്യൂട്ടറുകൾ എനിക്ക് വലിയ കൗതുകവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലോകത്ത് അറിയപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അതായത് ബിൽ ഗേറ്റ്സ്, അതേപോലെ സ്റ്റീവ് ജോബ്സ്, അധികം വൈകാതെ സക്കർബർഗ്, ഇങ്ങനെ ആളുകളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് ഈ ഒരു ചെറിയ ബോക്സ് ഉപയോഗിച്ച് വലിയൊരു എന്താ പറയുക, വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയ ആൾക്കാരാണല്ലോ ഇവർ. അതുപോലെ ലോകത്തിലെ നമ്പർ 1 എന്താണ് സമ്പന്ന
ഉൾപ്പെട്ട ആൾക്കാരാണ്. അതെ അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഒരു മേഖലയിൽ ഈ ഒരു നേട്ടം കൈവരിച്ചതെന്നുള്ളൊരു ഡൗട്ട് അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ ആ ഡൗട്ട് എന്ത് ചെയ്തു, ഞാൻ ഒരു മൈൻഡിലോട്ട് കയറ്റി. ഞാൻ അതിനെപ്പറ്റി ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങി. അന്ന് നമുക്ക് പത്രങ്ങളും പിന്നെ പുസ്തകങ്ങളും മാത്രമേ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളെ മുന്നിലുള്ള മീഡിയ, ഇന്ന് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വായിച്ച് ഞാൻ അറിഞ്ഞത് എന്ത് ചെയ്യണം, +2 കഴിഞ്ഞ് അതിനുശേഷം എൻജിനീയറിങ്ങിന് പോകണം. എൻജിനീയറിങ് BTech എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ പറ്റും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ, അതായത് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതുപയോഗിച്ച് സക്സസ്സിലോട്ട് എത്തും എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ എനിക്ക് കിട്ടി. അത് 9ാം ക്ലാസ് എന്നല്ല, 10 ആ ഒരു ടൈമിലാണ് എനിക്കത് പ്രോപ്പറായിട്ട് കിട്ടിയത്, അതായത് എൻ്റെ കംപ്ലീറ്റ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഞാനെന്തായാലും +2 പോയിട്ട് എന്ത് ചെയ്യാം, നേരെ ഇതേപോലെ ഒരു പാത്ത് അവിടെ സെറ്റ് ചെയ്ത് ഞാൻ. അങ്ങനെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് മുന്നോട്ടുള്ള യാത്ര. ആ ഒരു സമയത്തും നമുക്ക് വീണ്ടും തോൽവികൾ ഉണ്ടായിരുന്നു, അതെന്തൊക്കെയായിരുന്നു എന്ന് പറയുമോ? ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്വാഭാവികമായിട്ടും പഠനത്തിൽ വീണ്ടും പഴയപടി തന്നെയായിരുന്നു. +2 എത്തി. +2 ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് അത് ഫെയിലായി. അതിനുശേഷം ഇമ്പ്രൂവ്മെൻ്റ് എഴുതി, അതും ഫെയിലായി. പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ എന്തായാലും 1 ഇയർ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിൽ വിജയിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് എൻജിനീയറിംഗ് പോകാമെന്നുള്ളൊരു ഒരു പ്ലാന് സെറ്റാക്കി. അപ്പോൾ അത് അവിടെ സ്റ്റോപ്പായി, താൽക്കാലികമായിട്ട് അത് സ്റ്റോപ്പായി. അപ്പോൾ നമ്മൾ തുടരെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ ഇങ്ങനെ തോൽവികളുണ്ടായി, പക്ഷേ നമ്മുടെ ലക്ഷ്യം അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈ അടുക്കാനുള്ള ഒരു അകൽച്ച വീണ്ടും കൂടിയതായിട്ട് തോന്നിയിരുന്നു ആ സമയത്ത്? ഇല്ല, എനിക്ക് തോൽവികൾ സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ പരാജയം എന്ന് പറയുന്ന സംഭവം എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ഒരു തരത്തിൽ എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതൊരു എന്താ പറയുക, നമ്മളെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു നോർമൽ സംഭവം മാത്രമായിട്ട് എനിക്കത് തോന്നുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു പരാജയം കൊണ്ട് എൻ്റെ ലൈഫ് എന്ത് ചെയ്യും, വേറൊരു രീതിയിലോട്ട് മാറും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലൈഫ് എന്താവും, എനിക്ക് വലിയ ഉയരങ്ങളിലോട്ടൊന്നും എത്താൻ പറ്റൂല, അങ്ങനെ ഒരു തോന്നൽ പോലും എനിക്കില്ല. അതായത് ഇതില്ലെങ്കിൽ അടുത്ത തവണ നോക്കാം, ഇത് മാത്രമേ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പരാജയം എന്ന് പറയുന്നത് എന്തോ സംഭവമായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയാണ്. ഇവരെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിൽ പോകണം, പഠിക്കണം, കാരണം എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ട്, അതേപോലെ നമ്മുടെ മക്കളും പോകണം. അല്ലാതെ എൻ്റെ മാർക്ക് എന്താണെന്നോ, ഞാൻ ജയിച്ചിട്ടുണ്ടെന്നോ തോറ്റിട്ടുണ്ടെന്നോ, തോറ്റോ ഓക്കെ നമുക്ക് അടുത്ത തവണ നോക്കാം, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഫാമിലി എന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ ആ സമയത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ മൂപ്പര് കാര്യമായിട്ട് അറിയില്ല, എന്നാലും ആരും ചോദിക്കാറില്ല. അതായത് കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം ഉള്ള ഒരു വീടായിരുന്നു. സപ്പോർട്ട് എന്നല്ല, ആരും ഇങ്ങനെ നമ്മുടെ കാര്യത്തിലോട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നീ എന്തിനാണ് തോറ്റത്, നിനക്ക് എന്താണ് ഇങ്ങനെ മാർക്ക്, കാരണം ആ ഭാഗം എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇപ്പോഴും അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എനിക്കും അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത തവണ നോക്കാം എന്നുള്ള രീതിയിൽ അവിടെ വെക്കും. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ എന്തായാലും ഫിനാൻഷ്യലി നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ മേടിക്കാൻ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതായത് ജോലിക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. +2 ഫെയിലായി. ഇനിയിപ്പോൾ 1 ഇയർ വെയിറ്റ് ചെയ്യണം. 1 ഇയർ വെയിറ്റ് ചെയ്തിട്ട് അതിൽ ജയിക്കുകയാണെങ്കിൽ എൻജിനീയറിങ്ങിനൊക്കെ പോവാം, ഓക്കെ. പക്ഷേ അതുവരെ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് ജോലിക്ക് പോവാം. ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഒരു ഷോപ്പിൽ ഒരു 3 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ പെയിൻറ്റിങ്ങിലോട്ട് പോയി. പെയിൻറ്റിങ് എനിക്ക് പണ്ടേ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് 10ാം ക്ലാസ്സിലൊക്കെ പാർട്ട് ടൈമായിട്ട് പോകും. അപ്പോൾ പെയിൻറ്റിങ്ങിലോട്ട് പോയി. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ പെയിൻറ്റിങ്ങിൽ നിന്നു. അത് ഡെയിലി 700 രൂപ കിട്ടും, കുഴപ്പമില്ല, അങ്ങനെ പോകാമെന്ന് കരുതി. ദിവസം നല്ലൊരു ജോലിയാണ്. എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ പണിയിൽ 1.5 വർഷം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷെ പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മ അവിടെ വില്ലനായിട്ട് വന്നു.
അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ മണം, പൊടി, ഇങ്ങനത്തെ ഇഷ്യൂ കാരണം ഞാൻ എന്ത് ചെയ്തു, അതും ക്വിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ടൈൽ ഷോപ്പിൽ, അതായത് പണി ഇറങ്ങിക്കഴിഞ്ഞാലും അടുത്ത പണിയിലേക്ക് പോകണം. അപ്പോൾ വെറുതെ ഇരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവാറില്ല. കാരണം വെച്ചാൽ ഫിനാൻഷ്യലി തന്നെയാണ് മെയിൻ കാരണം. അപ്പോൾ അടുത്ത പണിയിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്നും ഇതേ പ്രശ്നം, ടൈൽസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഗോഡൗണിലെ പൊടി, പിന്നെ അതേപോലെ ഷോപ്പിൽ മറ്റേ ക്ലീനിങ്, അത്. അപ്പോൾ 3 മാസം അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള 3ാമത്തെ ജോലിയിലോട്ട് ഞാൻ എത്തുന്നത്. അതെന്തായിരുന്നു? അതാണ് ഓട്ടോ ഡ്രൈവിങ്. അതായത് ഞാൻ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലൈസൻസ് ഒക്കെ എടുത്ത് ഫസ്റ്റ് വാടക വണ്ടിയാണ്. അപ്പോൾ വാടക വണ്ടി, ഈ വണ്ടി എന്ന് വെച്ചാൽ കുറേ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1-2 ആഴ്ച കൊണ്ട് അത് നിർത്തി. പിന്നെ അതിന് ശേഷം ഒരു മിൽമേൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, മിൽമേൻ്റെ പാല് കൊണ്ടുവന്നൊരു വണ്ടി. അപ്പോൾ അതിൽ കുറച്ച് കാലം അതിൽ പോയി. അപ്പോൾ പഠനത്തിൽ പിറകോട്ടായതുകൊണ്ട് കണക്കിലും പിറകോട്ടായിരിക്കുമല്ലോ. അപ്പോൾ പാലിൻ്റെ കണക്കെന്ന് വെച്ചാൽ വേറെ പ്രശ്നമുണ്ട്. ഈ 19 രൂപ 50 പൈസ, 19 രൂപ 75 പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കായിരിക്കും. അതായത് നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൈസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ആ പണി നിർത്തി. ബ്രദറുണ്ട്. അപ്പോൾ ബ്രദർ ഇലക്ട്രീഷ്യൻ ആയിട്ട് പോവാം നാട്ടിൽ. അപ്പോൾ എന്ത് ചെയ്തു, ആൾക്കൊരു കുറി, അതായത് നാട്ടിൽ കുറി ഉണ്ടാവില്ല, ചിട്ടി. ആ സംഭവം കിട്ടിയപ്പോൾ എനിക്കൊരു പുതിയല്ല, ഒരു പഴയ ഓട്ടോറിക്ഷ മേടിച്ചു തന്നു. പഴയ ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് കൊടുത്തു, എന്നിട്ട് അതിന് CC ഉണ്ടായിരുന്നു. അപ്പോൾ CC ഞാൻ അടച്ചോളാം എന്നുള്ള വകുപ്പിൽ എന്ത് ചെയ്തു, ഒരു വണ്ടി മേടിച്ചു തന്നു. വലിയ പാക്കൊന്നുമില്ല വണ്ടി, അതായത് 2 കൊല്ലം പാക്കുള്ളൊരു വണ്ടിയാണ് സംഭവം. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് കുഴപ്പമില്ല. അതായത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പോകാൻ വരാം. അങ്ങനെ ആ ജോലിയിൽ എന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു 2.5 വർഷം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, വേറെ ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ അതിൽ പോയി. അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്. അങ്ങനെ 2.5 വർഷം അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയതിന് ശേഷമാണ് വീണ്ടും മൈൻഡിലോട്ട് ഒരു ഡ്രീം കയറി വന്നത്. സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് അല്ല, അതായത് ഈ IT ഫീൽഡിൽ, അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിൽ, എന്താ പറയുക, കമ്പ്യൂട്ടറിൽ. അതാണല്ലോ പണ്ടത്തെ ഡ്രീം. അപ്പോൾ എന്താ പറയുക, ബിൽ ഗേറ്റ്സിനെ പോലെ, അതായത് സക്കർബർഗിനെ പോലെ ആ ലിസ്റ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതായത് ഊബർ, അതേപോലെ എന്താ പറയുക, ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ടെക്നോളജി സംരംഭകരുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആ ലിസ്റ്റ് വലുതായി. അപ്പോൾ എനിക്കും ഇതിലോട്ട് കയറണം എന്നൊരാഗ്രഹം. പക്ഷെ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കാരണം 9ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ പഠിച്ചത് കഴിഞ്ഞാൽ ആ സാധനം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. സ്വന്തമായിട്ട് കയ്യിൽ തന്നാൽ പോലും അതെനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഡ്രീം ഉണ്ട്, പക്ഷെ അത് കാണാൻ യോഗ്യതയില്ല. ഡ്രീം കാണാനൊരു യോഗ്യത ഉണ്ടാവണമല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോട്ടൽ തുടങ്ങുന്ന സ്വപ്നം കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഫീൽഡിലാണെങ്കിൽ, ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഡ്രീം കാണാൻ പറ്റും. കാരണം എനിക്ക് ജോലി അറിയാം. പക്ഷേ ഇതിനെ എനിക്കൊന്നും അറിയില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് IT സ്വപ്നം കാണുന്നത്. പണ്ട് ആ ഒരു സമയത്ത് കണ്ടൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഏത് ബിസിനസ്സോ, നമുക്ക് അറിയാത്ത ബിസിനസ്സാണെങ്കിൽ പോലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആ വഴിക്ക് നോക്കി, പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് നോക്കി. അപ്പോൾ ആ വഴിക്ക് നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടെത്തിയ മേഖല ഹൗസ് ക്ലീനിങ് ഐറ്റംസ് ഉണ്ടല്ലോ, തറ ക്ലീൻ ചെയ്യുന്നത്, അതായത് സോപ്പ് പൊടി, അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഇത് നിർമ്മിച്ച് വിൽക്കുക. അപ്പോൾ അത് പതുക്കെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കൊച്ചിയിലുള്ള ഒരാൾ, അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അപ്പോൾ മൂപ്പരിങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് പത്രത്തിലൊക്കെ നോക്കി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് ബ്രൗസറിൽ സെർച്ച് ചെയ്യാം, എന്തിനെ പറ്റി സെർച്ച് ചെയ്യാം. അപ്പോൾ ഗൂഗിളിൽ കയറി ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്കിങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ എന്തെങ്കിലും
നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്കോസിസ്റ്റം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടോ, ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കൊച്ചിയിലുള്ള അഗ്രോ പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെ എത്തിപ്പെട്ടു. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു 1 ഡേ ട്രെയിനിങ് സെഷൻ ഉണ്ട്. അപ്പോൾ ആ 1 ഡേ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഏതൊക്കെ ഐറ്റംസ്, അതായത് ഇത് കെമിക്കൽസ് ആണല്ലോ, അപ്പോൾ ഏതൊക്കെ കെമിക്കൽസ് ഉപയോഗിക്കും, എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ മിക്സ് ചെയ്യും, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വരെ തന്നു. ഇത് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നു. പിന്നെ കുറേ ഇതിനെ പറ്റിയുള്ള ക്ലാസ്സും, അതായത് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ പഠിച്ച് ഞാൻ നേരെ നാട്ടിലോട്ട് പോയി. ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് സ്റ്റഡി, അതായത് മൂപ്പരെന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് സ്റ്റഡി നടത്താൻ. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് മാർക്കറ്റിൽ നമ്മൾ ഇത് ഇറക്കി കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ എന്ത് ചെയ്യും, നമുക്കിത് സെല്ല് ചെയ്യണമല്ലോ. അപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ എന്തായാലും അതായത് സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഗ്രോസറി ഷോപ്പ്, ഇങ്ങനെ സ്ഥലങ്ങളിൽ നമ്മളിത് വെക്കേണ്ടി വരും. അപ്പോൾ ഇവർ നമ്മളെ പ്രൊഡക്റ്റ് അവിടെ വെക്കുമോ, അല്ലെങ്കിൽ ഇവർ ഏറ്റെടുക്കുമോ, ഇവർ എന്ത് ചെയ്യുമോ, നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ തന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫുള്ളി നെഗറ്റീവായിരുന്നു. ഇത്ര ബ്രാൻഡ് ഇവിടെ ഉണ്ട്, പുതിയ ബ്രാൻഡുകൾ വരുന്നുണ്ട്, പിന്നെ ഇത്ര എമൗണ്ട് ചിലവ് ഉള്ള വലിയ വലിയ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ള ആൾക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ എങ്ങനെ നോക്കിയാലും നെഗറ്റീവ് മാത്രം. അപ്പം ഞാൻ തൽക്കാലം ആ പരിപാടി നിർത്തി, എന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഞാൻ വീണ്ടും വണ്ടി തന്നെ പോയി തുടങ്ങി, ഓട്ടോറിക്ഷ കൊണ്ട് ഓടാനിറങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് മോഹമൊക്കെ എവിടെ എത്തിയിരുന്നു? ഞാൻ പറയല്ലോ, +2 കഴിഞ്ഞിട്ട് 2ാമത് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് 1 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ +2 എഴുതാൻ പോയി. +2 എഴുതാൻ പോയപ്പോഴാണ് അവിടെ വേറൊരു പ്രശ്നം വന്നത്. അതായത് ഈ +2 എഴുതുന്നതിൽ മുന്നേ നമ്മൾ ആ വർഷത്തെ +1 അങ്ങനെ ഒരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് +2 എഴുതാൻ പറ്റൂ. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു 1 ഇയർ കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കിത് പറ്റിയ പണിയല്ല. കാരണം എൻ്റെ നാട്ടിൽ ആരും വലുതായിട്ട് എന്തില്ല, ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആരും കൂടുതലായിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യാറില്ല ആ സമയത്തൊക്കെ. എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് നേരെ ഗൾഫിലോട്ട് കയറും, കഫ്റ്റീരിയയിൽ ജോലി ചെയ്യും, പൈസ ഉണ്ടാക്കും, കുറേ ആൾക്കാർ രക്ഷപ്പെടും, അതായത് ബിസിനസ്സിലോട്ട് കയറും, രക്ഷപ്പെടും. ആ ഒരു സ്കീമായിരുന്നു. അപ്പം ഞാനും അങ്ങനെ തന്നെ പോകാമെന്ന് കരുതി. പക്ഷേ എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അത് സ്റ്റോപ്പായി, എൻജിനീയറിംഗ് എന്നുള്ള കാര്യം സ്റ്റോപ്പായി അവിടെ. ആ കാര്യങ്ങളൊക്കെ പിന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആഷിഖിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്ന എപ്പോഴായിരുന്നു? ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് സെയിൽ ചെയ്ത് എന്ത് ചെയ്യുക, ബിസിനസ്സുകാരൻ ആവാമെന്നുള്ളൊരു പ്ലാൻ ഉപേക്ഷിച്ചു. നേരെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ഇറങ്ങി, കുഴപ്പമില്ലാതെ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിനുശേഷം 2019 വന്നു എന്നല്ല, 19ലോട്ട് എത്താൻ നോക്കുന്ന സമയത്താണ് വീണ്ടും എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു IT എന്ന് പറയുന്ന മേഖലയിലോട്ട് എത്തണം എന്നുള്ളൊരാഗ്രഹം. അന്ന് വേറൊരു കാരണമുണ്ട്. അതായത് അന്നാണ് എനിക്ക് ഊബറിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. അന്നിവിടെ കൊച്ചിയിൽ ഊബർ വന്ന് അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, ഈ ഓട്ടോക്കാരുമായിട്ട് ഒരു ക്ലാഷൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ പേപ്പറിലൊക്കെ വന്ന്. അപ്പോൾ അത് ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്തുകൊണ്ടാണ് ഈ ക്ലാഷ് വരുന്നത്. എനിക്ക് എന്തല്ല, ടെക്നോളജി എനിക്കറിയില്ല, പക്ഷേ എനിക്ക് 3 വർഷം ഓട്ടോറിക്ഷ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൈവർമാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് ഏകദേശം അറിയാം. അപ്പോൾ ഞാൻ കരുതി എനിക്കെന്ത് ചെയ്യാം, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കൊരു നാട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ 2019 ന്യൂ ഇയർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് എന്തായാലും പുതിയ ഇയറൊക്കെ വന്നതല്ലേ, എന്തായാലും ഇതിനൊന്ന് ഇറങ്ങി നോക്കാം. ഒന്നും എൻ്റെ കയ്യിലില്ല, എന്നാലും ഇറങ്ങി നോക്കാം, ആരൊക്കെ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി. ഇപ്പോൾ അതുപോലെ നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റി അറിയുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് ആ സമയത്ത് കാലിക്കറ്റ് UL സൈബർ പാർക്കിൽ ഇവരെ ഓഫീസുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്ത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ഇന്ന രീതിയിൽ നടക്കുന്ന ആളാണ്, അങ്ങനെ എന്നോട് അവിടെ വന്നോളാൻ പറഞ്ഞു, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള ആളുമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഇങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ശരിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് നിനക്ക് പറ്റിയ പണിയല്ല ഇത് എന്നുള്ളൊരു ആൻസറായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെയുള്ള ആളെന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം, സ്റ്റാർട്ടപ്പ് മിഷൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിനക്ക് 2 ലക്ഷം ഗ്രാൻഡായിട്ട് കിട്ടും, അത് കഴിഞ്ഞിട്ട് ഇത്ര ലക്ഷങ്ങൾ വീണ്ടും കിട്ടും, അല്ല
ലോണ് കിട്ടും, അതേപോലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എന്താ പറയുക ഈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ മൂപ്പർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നീ എന്ത് ചെയ്തോ, നിനക്ക് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നീ ഇറങ്ങിക്കോ, നീ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാൾ പറഞ്ഞു. അതായിരുന്നു വേറെ ടേണിംഗ് പോയിന്റ്. ഒരുപാട് ടേണിംഗ് പോയിന്റ് ഉണ്ട്. അപ്പം അതിൽ ഏതാ പറയുക മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി എനിക്ക് എന്ത് ചെയ്തു, ഒരു മോട്ടിവേഷനും ഒക്കെ കയറാൻ തുടങ്ങി. എനിക്കിത് പറ്റും എന്നുള്ളൊരിത് കയറാൻ തുടങ്ങി. എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം, അത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഇതിന്. അപ്പോൾ നമ്മൾ ഇവരെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പ്രസൻറ്റേഷൻ റൗണ്ട്, അതായത് സെക്കൻഡ് റൗണ്ടിലോട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ അവരെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, അതായത് പിച്ച് ചെയ്യണം, ആ ഒരു സ്കീമുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റേജ് എത്തി. അപ്പോൾ ആ സ്റ്റേജ് എത്തിയപ്പോഴാണ് എനിക്ക് രണ്ടാമതൊരു എന്താ പറയുക ഒരു തിരിച്ചടി എന്നുള്ളൊരു രീതിയിൽ ഇവരൊരു നിർദ്ദേശം വരുന്നത്, ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പിൽ എന്ത് ചെയ്യണം, ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കിയിട്ട് ഇവരെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. എൻ്റെ പരിചയത്തിൽ ആർക്കും ലാപ്ടോപ്പും ഇല്ല. നമ്മളെ പരിചയത്തിലാകെ ഓട്ടോ ഡ്രൈവർമാരും മറ്റേ പെയിൻറ്റർമാരും അങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒന്ന് ഡൗണായി, എന്ത് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ. ആ സമയത്ത് എൻ്റെ കയ്യിൽ 2 ഓട്ടോറിക്ഷ ഉണ്ട്. 2 ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ ഒന്ന് മാമൻ്റെ വണ്ടിയാണ്. ആൾ പുതിയ വണ്ടി മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആൾ പണ്ട് ഡ്രൈവറാണ്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, നീ അത് ഉപയോഗിച്ചോ, ആൾ നാട്ടിൽ വന്നാൽ തിരിച്ചെടുത്തോളാം, അതുവരെ ഉപയോഗിച്ചോ എന്നുള്ള രീതിയിൽ മേടിച്ചതാണ് പുതിയ വണ്ടി. അപ്പോൾ എൻ്റെ പഴയ വണ്ടി ഉണ്ടല്ലോ, അത് ഞാൻ വേറെ ആൾക്ക് ഓടാൻ കൊടുത്തു, വാടക കൊടുത്തു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, ഞാൻ ആ വണ്ടി ആളെ തിരിച്ച് മേടിച്ചതല്ല, ആൾ ഗൾഫിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. തിരിച്ച് മേടിച്ചു. ഞാനത് ഒരാഴ്ചക്കുള്ളിൽ ആ വണ്ടി തിരിച്ച് മേടിച്ചു, വിറ്റ് നേരെ ആ പൈസ കൊണ്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ലാപ്ടോപ്പ് മേടിച്ചു. ആ ലാപ്ടോപ്പ് മേടിക്കുന്നത് എൻ്റെ 24-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 24-ാമത്തെ വയസ്സിൽ ഞാൻ ഈ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ഒന്നും അറിയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മൊബൈൽ ആപ്പിൽ ഇവരയച്ച തന്ന ഒരു പിച്ച് ഡെക്കിൻ്റെ മോഡലുണ്ട്, ഒരു സ്ലൈഡാണ്. അപ്പോൾ ആ സ്ലൈഡ് എന്ത് ചെയ്തു, ഈ മൊബൈൽ ഫോണിലൊരു ആപ്പുണ്ട് പിക്സാർട്ട്. അപ്പോൾ ആ പിക്സാർട്ട് വെച്ചിട്ട് ഇതേപോലെ സ്ലൈഡ് ഇങ്ങനെ വരച്ചുണ്ടാക്കാം. അതായത് ഞാൻ ഇവരെ കാണാൻ പോകുമ്പോൾ ഞാൻ ഈ മൊബൈൽ ആപ്പിൻ്റെ UI ഡിസൈനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ആപ്പ് ഉപയോഗിച്ചിട്ട്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ ഇങ്ങനെയാണ് നമ്മൾ ആപ്പ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവർ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൽ തന്നൊരു മോഡലാണത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം ഒരു ഇമേജ് ആക്കിയിട്ട് എന്ത് ചെയ്തു, മൊബൈലിൽ ചെയ്തെടുത്തു. ഈ ഇമേജൊക്കെ ലാപ്ടോപ്പിലെ ഗാലറിയിലോട്ട് മാറ്റി. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക, ഇത് ഓരോന്നെടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ. അപ്പോൾ എൻ്റെ ടൈമെത്തി, അവിടെ പോയിട്ട് ഇത് കാണിച്ചു കൊടുക്കാനുള്ള ടൈമെത്തി. അപ്പോൾ ഞാനവിടെ പോയി ഈ ലാപ്ടോപ്പ് മറ്റേ പ്രൊജക്ടറിൽ കണക്ട് ചെയ്തു. ഞാൻ ഈ സാധനം ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക. അത് നമ്മൾ പവർ പോയിൻറ്റിൽ നെക്സ്റ്റ് അടിച്ച് പോകുന്ന സ്ലൈഡിനെ ഗാലറി പോയിട്ട് ഓരോന്ന് തപ്പി എടുത്തിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി എനിക്കിത് നടക്കുന്ന പണിയല്ല. അപ്പം എന്നോട് പറഞ്ഞ് കുറച്ചും കൂടി പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ വരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിലോട്ട് ഇനി എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു വാശി കയറി. കാരണം നമ്മൾ അറിയാത്തൊരു മേഖലയിലോട്ട് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയല്ലോ. അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് എത്താൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു വാശിയിൽ ഞാൻ ഇറങ്ങി. അവിടുന്ന് സൈബർ പാർക്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് നടന്നു. അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്തു, അതായത് വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ സോഫ്റ്റ്വെയർ കമ്പനികളിൽ വിളിച്ചന്വേഷിച്ചു. അതിനുശേഷം NIT, കാലിക്കറ്റ് NIT, അവിടെ ഒരു സ്ഥാപനമുണ്ട് TBI എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ടും ഇതേപോലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരും പോസിറ്റീവായിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. പക്ഷെ അവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. അതായത് ആപ്പിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നീക്കാൻ പറ്റും. മൂപ്പര് എന്നോട് പറഞ്ഞു, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് വാ, നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വിളിച്ച് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടാണ് പറഞ്ഞത്. നടക്കുന്ന വലിയ എമൗണ്ടും വലിയ ടൈമും നടക്കുന്ന കേസല്ല. അതായത് നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കാന്ന് ഒരു പോസ്റ്റ്, അത് ഇത്ര മാസത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്ന പഠിപ്പിക്കും ഇവർ.
ഇതുവരെ കോഡിങ് പഠിപ്പിക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ നല്ല മലയാളത്തിൽ ഈ ഒരു പരസ്യം കൊടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരെ കോൺടാക്ട് ചെയ്തു. വലിയ പ്രതീക്ഷയൊന്നുമില്ല, വിളിച്ചു നോക്കാന്നുള്ളൊരു വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ജോലിക്കല്ല ഇത്, എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ വന്നു നോക്കൂ, നമുക്ക് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലെത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോക്കാം, ഒരു പരീക്ഷണത്തിന് ഇറങ്ങാമെന്നുള്ള മൈൻഡിലോട്ട് മാറി. അപ്പോൾ നേരെ തൃശ്ശൂരേക്ക് വിട്ടു. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കുഴപ്പമില്ല, അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് ആ സമയം വരെ. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ തൽക്കാലം വേറെ ആളെ ഏൽപ്പിച്ചു. അതിനുശേഷം അടുത്ത ദിവസം തന്നെ നേരെ തൃശ്ശൂരേക്ക് തിരിച്ചു. അന്നും പൈസേൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും ബ്രദർ സഹായത്തിനെത്തി. ഞാനപ്പോൾ പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന ആൾ ഇവനാണ്, ബ്രദറാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഒരു സ്ഥലത്തെത്തൂല, അതായത് ഞാനില്ലെങ്കിൽ നീ ഒരു നിലയിലും എത്തൂല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്താൻ പോകുന്നില്ല എന്ന് പറയാൻ യോഗ്യത ഉണ്ടെങ്കിൽ ഇവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരേക്ക് പോയി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, അതായത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് അങ്ങനെ ചെയ്യുന്നുള്ള ഐഡിയ കിട്ടാൻ തുടങ്ങി. അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. കോംബോ കോഴ്സ് ആയിരുന്നു. ആ സമയത്ത് തന്നെ വെബ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു, PHP HTML അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ച് ഏകദേശം 8 മാസം കൊണ്ട് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരെന്നെ എന്ത് ചെയ്തു, അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പിന് കയറ്റി. അതായത് ഇവർ പ്ലേസ്മെൻറ്റ് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഉറപ്പ് വരുത്തുമ്പോൾ ഞാൻ ജോലി വേണ്ടാന്നാണ് പറഞ്ഞത്, ജോലിക്ക് വേണ്ടിയിട്ടല്ല ഈ ഫീൽഡിലോട്ട് കയറിയത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇവരെൻ്റെ CV ഒക്കെ സെറ്റാക്കിയിട്ട് ഓരോ കമ്പനികളിൽ അയച്ചിട്ട് ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ജോലി കിട്ടി. അത് ഇവർക്ക് എഡ്യൂക്കേഷനും ഇതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ചെറിയൊരു കമ്പനിയാണ്, ആകെ രണ്ട് സ്റ്റാഫേ അവിടെ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം വർക്കുണ്ട്. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, നിനക്ക് ഇത് അറിയോ, അല്ല പണി അറിയോ, ജോലി അറിയോ എന്ന് ചോദിച്ചു. അതായത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് നിനക്കറിയോ, നിനക്കിവിടെ ജോലിക്ക് കയറാം, ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, നിനക്ക് പണി അറിയുകയാണെങ്കിൽ നിനക്ക് ജോലിക്ക് കയറാമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ജോലിക്ക് കയറി വർക്ക് തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ച ലൈബ്രറി അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടഫായിരുന്നു സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കി എടുക്കാന്നുള്ള മൈൻഡിൽ വർക്ക് തുടങ്ങി. അപ്പോൾ വർക്ക് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അടുത്ത പണി കിട്ടിയത്. പണി എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ മോർണിംഗിൽ വന്നിട്ട് 9 മണിക്ക് വന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുന്ന് ചേർന്ന് എഴുന്നേൽക്കുന്നത് രാത്രി 12 മണിക്കാണ്. 12 മണി വരെ ഇവിടെ വർക്ക് ചെയ്യണം. ഞായറാഴ്ച ലീവും ഇല്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിത്, ഒരു ലീവില്ല, ഒരു എഴുന്നേക്കാൻ പോലും സമയമില്ല. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 വർഷം ഓട്ടോറിക്ഷ ഓടിച്ച ഒരാളാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സ്വാതന്ത്ര്യമാണ്. ആ നിലക്കാണ് ഞാനിവിടെ വന്നിട്ട് ഇരുന്ന് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ നത്ത ഉദ്ധരിക്കുന്നത്. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാനൊരു മാസം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ആ സമയത്ത് കൊറോണൻ്റെ സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. അത് വീട്ടിലെത്തിയിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സംഭവം എനിക്കറിയായിരുന്നു ആ സമയത്ത്. അത് ATCയിലുള്ള സമയത്ത് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ ആൾക്കാർ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ആലോചിച്ചത്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഓട്ടോറിക്ഷ അവിടെ തന്നെ ഉണ്ട്, എൻ്റെ പെർമിറ്റും നമ്പറും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഓടാനും പറ്റും. അപ്പോൾ രാവിലെ ഓട്ടോ ഓടിക്കാൻ പോകും, രാത്രി എന്ത് ചെയ്യാം, ഫ്രീലാൻസ് വർക്ക്, ചെറിയ ഫ്രീലാൻസ് വർക്കൊക്കെ എടുത്തിട്ട് ഈ ജോലി ചെയ്യാം. കാരണം എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് നമ്മൾ പഴയ സ്റ്റാർട്ടപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബഗ് പിന്നെ എറർ ഇതൊക്കെ വരും. എൻ്റെ പഴയ ഐഡിയ ഞാനിപ്പോൾ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറേ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് അത്യാവശ്യം എന്ത് ചെയ്യുക, നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാം. അതുവരെ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വളരെ സൗകര്യം കുറവാണ്. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ 2 റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഡിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻറ്റ്, അതായത് നമ്മൾ ആൾക്കാരെ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് നമ്മളെ ആൾക്കാർ സൗണ്ട് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല, കോൺസെൻട്രേഷൻ വേണ്ട ജോലിയാണ്. സൈലൻ്റായിട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഇതുമായിട്ട് ഇങ്ങനെ പോയാൽ നടക്കില്ല, എങ്ങനെയെങ്കിലും നമ്മളൊരു സക്സസ്സിലോട്ട് എത്തണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് സെറ്റാക്കണം എന്നുള്ളൊരു മൈൻഡ് വരാൻ തുടങ്ങി. ആ സമയത്താണ് കൊറോണയുടെ പ്രശ്നത്തിൽ നമ്മൾ കണ്ടൊരു ഇഷ്യൂ ആണ് ഈ ആൾക്കാർ കൂടി നിൽക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു പരിപാടി, വെർച്വൽ ക്യൂ, ഹോസ്പിറ്റൽ, ബാങ്ക്, അതേപോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ വെർച്വൽ ക്യൂ എന്ന് പറയുന്നൊരു സംവിധാനം സെറ്റ് ചെയ്തെടുക്കുക.
നമ്മൾ മൊബൈലിൽ ടോക്കൺ ബുക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളെ ടോക്കൺ വിളിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ റഷ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തി. ഞാനത് സ്റ്റാർട്ട് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പണി അറിയാലോ, വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം അത് കംപ്ലീറ്റ് ആയ സമയത്താണ് ഞാൻ ഓരോ വർക്ക് കഴിയുമ്പോൾ ഈ വർക്കിനെ അതായത് നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്യും, ഞാൻ തന്നെ ഒന്ന് വാലിഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഇഷ്യൂസ് വരും. അതായത് ഇത് എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് മാർക്കറ്റ് ഫിറ്റ് ആണോ, അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആണോ, ഇതൊക്കെ നോക്കിയിട്ടേ ഞാൻ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും. അതെനിക്ക് നിർബന്ധം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് വലിയൊരു എമൗണ്ട് വരുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല. സ്വാഭാവികമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ അപ്ലൈ ചെയ്തു. പക്ഷേ സ്റ്റാർട്ടപ്പ് മിഷനിൽ അപ്ലൈ ചെയ്ത് ഏകദേശം 2 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫെയിലായി. അതായത് നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, സെക്കൻഡ് റൗണ്ടിലോട്ട് പോലും പോയില്ല. ഇവർ അത് എന്ത് ചെയ്തു, ഗെറ്റ് ഔട്ട് അടിച്ചു. കാരണം എൻ്റെ അപ്ലൈ ചെയ്ത രീതി പ്രശ്നമായത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അല്ലാത്തതുകൊണ്ടോ എന്താണെന്നറിയില്ല, ഫെയിലായി. അപ്പോൾ വീണ്ടും ഇത് ചെയ്തെടുക്കണമെങ്കിൽ വേറെ ഇൻവെസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുടെ സഹായം വേണം. ഞാൻ ആ വഴിക്ക് അന്വേഷണം തുടങ്ങി. അങ്ങനെയാണ് കണ്ണൂരുള്ളൊരു ബിസിനസ് ഓണറെ പരിചയപ്പെടുത്തുന്നത്. അത് വേറൊരു സ്ഥാപനം വഴിയാണ് ഇയാളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ മൂപ്പരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇന്ന രീതിയിൽ വന്ന ആളാണ്. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ഇതൊക്കെ കേട്ട് എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, ആൾ ഫണ്ട് ചെയ്യാം, നമുക്ക് നോക്കാം. പക്ഷേ നീ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം. മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവർ ഈ ഒരു പ്രൊഡക്റ്റിനോട് എങ്ങനെ പ്രതികരിക്കും, എങ്ങനെയാണ് ഇവരെ സമീപനം എന്ന് അറിയണമല്ലോ. അപ്പോൾ അതറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്ക് കാണിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നാട്ടിലോട്ട് പോയി നേരെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ കയറി, ബാങ്ക് അങ്ങനെ സ്ഥാപനങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഇവരെ ഫീഡ്ബാക്ക് എടുത്തു. ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടി, പോസിറ്റീവും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാൻ മൂപ്പർക്ക് സബ്മിറ്റ് ചെയ്തു, പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നെക്സ്റ്റ് മീറ്റിംഗ് വരുന്നതിന് മുന്നേ എനിക്ക് വീണ്ടും അതായത് ഒരു തോന്നൽ കയറി വന്നു. അതായത് എൻ്റെ കയ്യിൽ ആ സമയത്ത് ബസ്സിന് കൊടുക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പൈസ പോലും ഇല്ലാത്തൊരാൾ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബിസിനസ്സിന് ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാനത് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതാണോ എന്നറിയില്ല, ഞാനത് വൈൻഡപ്പ് ചെയ്തു. എനിക്കത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കാരണം വലിയ എമൗണ്ട് വരുന്നൊരു പ്രൊജക്റ്റാണത്. ശരിക്കും ഈ നെറ്റ്സ്ബർഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിൽ കൊച്ചിയിലോട്ടെത്തി. അപ്പോൾ കൊച്ചിയിലെത്തിയ സമയത്താണ് എന്ത് ചെയ്യുന്നത്, എനിക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന്, അതായത് ഒരു കമ്പനി രജിസ്റ്റേർഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ അതും ചെയ്യാം, ഒരു കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിടാം എന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തുന്നത്. തൽക്കാലം ഒരു പേരൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെയുള്ളൊരു ഏജൻസിക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തു, ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവരോട് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. വീട്ടിൻ്റെ അഡ്രസ്സാണ് ആ സമയത്ത് കൊടുത്തത്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ വീട്ടിൻ്റെ അഡ്രസ്സിൽ വെച്ചിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയിപ്പോയി. ഡിലേ എന്ന് വെച്ചാൽ വല്ലാതെ ഒരു ഡിലേയിലോട്ട് പോയി. അപ്പോൾ അത് ഫൈനലി എനിക്കെന്ത് ചെയ്യില്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആ കമ്പനി അന്ന് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത കമ്പനി എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഞാൻ അവരോട് പറഞ്ഞത് രജിസ്റ്റർ ചെയ്യേണ്ട, കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട, നിങ്ങളത് ക്വിറ്റ് ചെയ്തോ, ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ക്വിറ്റ് ചെയ്തോ. ഞാൻ എന്ത് ചെയ്യാം, വേറൊരു പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു 2 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് പുതിയ കമ്പനീൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതാണ് നെറ്റ്സ്ബർഗ് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി. ശരിക്കും നെറ്റ്സ്ബർഗിലൂടെ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നെറ്റ്സ്ബർഗ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു സോഫ്റ്റ്വെയർ കമ്പനി തന്നെയാണ്, അതായത് സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലയൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ഓൺ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓൺ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് മാർക്കറ്റിലോട്ട് ഇറക്കും. അപ്പോൾ അതിൻ്റെ പാരൻറ്റ് കമ്പനി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു കമ്പനീനെ കാണുന്നത്. അപ്പോൾ അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനായിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്ന് കുഴപ്പമില്ലാതെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും കൊച്ചിയിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു.
അതിൻ്റെ ഇടയിൽ ചെറിയൊരു വർക്കും എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഒരു ജോലിക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അതായത് എന്താ പറയുക, നമുക്ക് ഒരുപാട് ടൈമുണ്ട് ആ സമയത്ത്, കാര്യമായിട്ട് വർക്കും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ടൈമുണ്ട്. അപ്പോൾ വീണ്ടും ജോലിക്ക് കയറാമെന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തി. വീണ്ടും ഒരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്തു. ഒരു ജോലി കിട്ടിയെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ്. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് സൈബർ പാർക്കിലാണ്. അതായത് പണ്ട് ഞാൻ ഓട്ടോറിക്ഷ വെച്ചിട്ട് പോയ സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ടാഗും തൂക്കിയിട്ട് ഞാൻ വീണ്ടും അവിടത്തേക്ക് കയറി ചെന്നു. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി, നല്ല വർക്ക് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ 1.5 വർഷം അവിടെ ജോലി ചെയ്തു. കുറച്ച് മാസം മുന്നേ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തത് അവിടെ ഒരു ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാനൊരു കമ്പനി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സ്വന്തമായിട്ടൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ്, ഒരു ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഐഡിയ ബിൽഡ് ചെയ്തെടുത്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു മൈൻഡ് വരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഫുൾ ടൈം എൻ്റെ കമ്പനി എന്നുള്ളൊരു രീതിയിലോട്ട് മാറി. അപ്പോൾ ഞാനിപ്പോൾ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നെറ്റ്സ്ബർഗിലൂടെ നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? നെറ്റ്സ്ബർഗിലൂടെ ഫ്യൂച്ചറിൽ ലക്ഷ്യമിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സർവീസ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്, അതായത് എന്താ പറയുക, ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ, അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫേം എന്നുള്ള രീതിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതായത് എൻ്റെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയെന്ന് പറയാം. പക്ഷേ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇപ്പോൾ നെറ്റ്സ്ബർഗിൻ്റെ ഫ്യൂച്ചർ പ്ലാനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം എൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഫാമിലിയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാനിത് മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്കിത് വലിയൊരു എക്സ്പാൻഷനിലോട്ട് പോകണമെങ്കിൽ എന്തായാലും ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായിട്ട്, അതായത് ഇങ്ങനെ ഒരുപാട് ഫേം ഉണ്ട് ഇന്ത്യയിലും പുറത്തൊക്കെ ഒരുപാട് ഫേം ഉണ്ട് ഈ VC ഫണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ബ്ലൂം വെഞ്ചേഴ്സ്, കലാരി ക്യാപിറ്റൽസ്, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ വൈ കോമ്പിനേറ്റർ, പിന്നെ അങ്ങനെ ഒരുപാട് വെഞ്ചർ ഫേം ഉണ്ട്. അപ്പം ഞാനിതിലൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക, നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് പറ്റാവുന്ന അത്ര ഇത് വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇപ്പം നെറ്റ്സ്ബർഗിൽ ഇപ്പോൾ എത്ര പേരുണ്ട് ഇപ്പോൾ നമ്മളുടെ? ഇപ്പം ഇതിൻ്റെ കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഞാനൊരു എന്താ പറയുക, ഡെവലപ്പറാണ്. അതിൻ്റെ കൂടെ ഡിസൈനർ ഒക്കെ കൂടി ഞാൻ ചെയ്യും. എനിക്ക് എല്ലാ പണിയും ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ കൂടെ ഒരു ടീമുണ്ട്. ഓൾറെഡി എൻ്റെ കൊളീഗ്സായിട്ടും ഫ്രണ്ട്സായിട്ടുള്ള ടീമിനെ ഞാനിതിൽ ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ ടാസ്ക് വരുന്ന സമയത്ത്, ടൈമില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. അവരിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് അതിൻ്റെ റെസ്പോൺസ് ചെയ്യും, അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ആ രീതിയിലാണ് പോകുന്നത്. നെറ്റ്സ്ബർഗിന് ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ നിലവിൽ? നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു നെറ്റ്സ്ബേ എന്ന് പറയുന്നൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലോക്കൽ മാർക്കറ്റ് പ്ലേസ് ആപ്പാണ്. അതായത് OLX ഒക്കെ പോലൊരു ആപ്പാണ്. OLX പോലെയല്ല, ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. അതായത് റിവേഴ്സ് മോഡൽ ഓഫ് OLX എന്നാണ് ഞാൻ ഇതിന് പറയുന്നത്, ഞാനല്ല. അതായത് ഇതൊരുപാട് എന്താ പറയുക, വാലിഡേഷൻ കഴിഞ്ഞൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ സജഷൻ വന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നമുക്ക് എന്താണോ ആവശ്യമുള്ള പ്രൊഡക്റ്റ്, നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലോട്ട് ഷെയർ ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അവർ റീപ്ലേ ആയിട്ട് വരും. അതായത് നമ്മളിപ്പോൾ ChatGPTയിലൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, നമുക്കതിൻ്റെ റെസ്പോണ്ട് ChatGPT തരുന്നു. അതേപോലെ നമുക്ക് ആവശ്യമുള്ളൊരു വസ്തു എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്പിലൂടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് ഷെയർ ചെയ്യുന്നു. ആ റിക്വസ്റ്റിന് മറുപടി ആയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് എവിടെ ഉണ്ട് എന്നുള്ളൊരു റീപ്ലൈ വരുന്നു. ആ രീതിയിലാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത പോലെ പത്രം ഇട്ട് കിടന്നു, അത് കൂടാതെ തന്നെ നമ്മൾ ഓട്ടോ ഓടിച്ചു കിടന്നു. അങ്ങനെ ഒരു വ്യക്തി ഇന്ന് സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിലേക്ക് എത്തുമെന്ന് എന്തെങ്കിലും വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും. കാരണം ആ സമയത്ത് ഞാൻ ഈ ഒരു ഡ്രീം കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കമ്പനിയുടെ ഓണറായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ബിൽഗേറ്റ്സിനെ പോലെ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഡ്രീം കണ്ടത്. അല്ലാതെ എനിക്കവിടെ എത്താൻ പറ്റുന്നുള്ളൊരു തോന്നലല്ല. ഞാനത്
ആയിത്തീരുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ, അതായിരുന്നു ഞാൻ കണ്ടത്. അപ്പം എന്തായാലും ഞാനതിലെത്തും. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു പുസ്തകം വരെ ഞാൻ ചെയ്ത് വരുന്നുണ്ട്. അതായത് ഞാൻ ആമസോണിലൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പരാജയത്തിൻ്റെ വഴി എന്ന് പറയുന്നൊരു പുസ്തകം. അത് ഓൾറെഡി ഞാൻ ഒരു പ്രിൻറ്റിങ്ങിലോട്ട് കടക്കാൻ പോവാണ്. പക്ഷേ അതിൽ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഓൾറെഡി ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് നെറ്റ്സ്ബർഗും ആഷിക്കും എവിടെയായിരിക്കും? എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തൊരു ആപ്പ്, ഇത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ യൂണിക്കോൺ ലിസ്റ്റിലോട്ട് കയറുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. യൂണിക്കോൺ കമ്പനിയായിട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് എംപ്ലോയീസ് മാത്രമേ നമ്മളെ സ്ഥാപനത്തിലുള്ളൂ. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം, ഇത്ര ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, വലിയൊരു ഹ്യൂജ് എംപ്ലോയീസ് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലോട്ട് എനിക്കിത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള കൃത്യമായ പ്ലാനും എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും ആഷിഖിൻ്റെ ജീവിതം ഒരു പരാജയങ്ങളുടെ പുസ്തകമല്ല, ശരിക്കും പരാജയങ്ങൾ വകഞ്ഞു മാറ്റി വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ്. ശരിക്കും ആഷിഖ് വിഷൻ ചെയ്ത പോലെ തന്നെ ഒരു യൂണിക്കോൺ കമ്പനിയായി മാറട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സാർ.